നമസ്കാരം. കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ കാരണഭൂതൻ എന്ന് പറയാവുന്ന വ്യക്തിയാണ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമരോടി. ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് നൂറുകണക്കിന് ആളുകളെ കൊന്നുകുഴിച്ചു മൂടിയെന്ന് പറഞ്ഞ് നാട്ടുകാരെ സംഘടിപ്പിച്ച് വലിയ പ്രക്ഷോഭം നടത്തിയത് ഇദ്ദേഹമാണ്. ലോറിക്കാരൻ മനാഫിനെ അടക്കം ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതും ഇദ്ദേഹമായിരുന്നു. മകളെ കാണാനില്ല എന്ന് പറഞ്ഞു വന്ന വ്യാജ പരാതിക്കാരി സുജാത ഭട്ടിന്റെ സംരക്ഷകനും തിമരോടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇയാൾ ഒരു സ്ഥിരം ക്രിമിനലാണെന്നും അതിനാൽ നാടുകടത്തുകയാണെന്നുമാണ് പോലീസ് പറയുന്നത്. മൊത്തം 21 കേസുകളിൽ പ്രതിയാണ്. നാടുകടത്തലിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് തിമരോടി. മംഗളൂരുവിനടുത്തുള്ള ഉജ്രയിൽ താമസിക്കുന്ന തിമരോടിയെ 1 വർഷത്തേക്ക് ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്ന് റായ്ചൂർ ജില്ലയിലെ മാൻവി താലൂക്കിലേക്ക് മാറ്റണമെന്നാണ് പോലീസ് ഉത്തരവ്. സെപ്റ്റംബർ 20 അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റെല്ല വർഗീസാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ അന്വേഷണം SIT ഊർജിതമാക്കിയാണ്. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയ്ക്ക് മഹേഷ് തിമരോടി പണം നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. തിമരോടിയുടെ സഹായികളുടെ അക്കൗണ്ടിൽ നിന്നാണ് ചിന്നയ്യയുടെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ അയച്ചതെന്നാണ് കണ്ടെത്തൽ. 6 മാസം മുൻപായിരുന്നു ഇടപാട്. UPI പേയ്മെന്റുകൾ വഴി പണം കൈമാറിയ 11 പേർക്ക് SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. 6 പേരെ ഇതിനോടകം ചോദ്യം ചെയ്തു. എന്തിന് പണം കൈമാറി എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചാൽ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താനാകുമെന്ന കണക്കൂട്ടലാണ് SIT. ചിന്നയ്യ ഇപ്പോൾ ശിവമോഗയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. നേരത്തെ തിമരോടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ തോക്കിന്റെ ലൈസൻസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ആദ്യ നോട്ടീസ് അവഗണിച്ച സാഹചര്യത്തിൽ രണ്ടാമതൊരു നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട്. ആംസ് ആക്ട് പ്രകാരം എടുത്ത കേസിൽ ലൈസൻസ് ഹാജരാക്കിയില്ലെങ്കിൽ തിമരോടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും. ഇതൊഴിവാക്കാൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തിമരോടി. ഇതിനിടെ മഹേഷ് തിമരോടിയുടെ മൊബൈൽ ഫോണുകളും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും കൈകാര്യം ചെയ്യുന്ന ഗിരീഷിനെ തുടരെ 2ാം ദിവസവും ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ആഴ്ചകൾക്ക് മുമ്പ് തിമരോടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ BJPയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ BL സന്തോഷിനെതിരെ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതിന് BJPയുടെ ഉടുപ്പി റൂറൽ മണ്ഡലം പ്രസിഡന്റ് രാജീവ് കുലാലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നതോടെയാണ് അറസ്റ്റ് ചെയ്തത്. വിവാദമായ ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയതിന്റെ പേരിൽ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ആളാണ് മഹേഷ് ഷെട്ടി തിമരോടി എന്നാണ് ധർമ്മസ്ഥല അനുകൂലികൾ പറയുന്നത്. പല ഭൂമികളും ക്ഷേത്രത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വാങ്ങാൻ ശ്രമിച്ച മഹേഷ് ഷെട്ടി തിമരോടിയുടെ കള്ളങ്ങൾ ക്ഷേത്രാധികാരികൾ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ തിമരോടിയുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കി ക്ഷേത്രാധികാരികൾ രംഗത്തെത്തി. തുടർന്ന് ഇയാൾ മഞ്ജുനാഥ ക്ഷേത്രത്തിനും ധർമാധികാരിയും രാജ്യസഭാ MPയുമായ വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയതാണ് വിശ്വാസി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. നേത്രാവതി നദിക്കരയിലെ കുഴിക്കൽ SIT അവസാനിപ്പിച്ചിട്ടില്ല. ബംഗലഗുഡെ വനത്തിൽ കഴിഞ്ഞയാഴ്ച നടത്തിയ തെരച്ചിലിൽ 7 തലയോട്ടികൾ ലഭിച്ചിരുന്നു. ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മഹേഷ് തിമരോടിക്കെതിരായ നടപടിയും SIT കടുപ്പിക്കുകയാണ്. അതേസമയം ധർമ്മസ്ഥല വ്യാജ പ്രചാരണ കേസിൽ ശക്തമായ പ്രചാരണമാണ് BJP നടത്തിയത്. ഇതോടെ ഭരണകക്ഷിയായ കോൺഗ്രസും പ്ലേറ്റ് മാറ്റുകയും ചെയ്തു. ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെക്ക് പിന്തുണ അറിയിക്കാൻ ധർമ്മസ്ഥല സന്ദർശിച്ച BJP JDS നേതാക്കൾക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. ഇതുകൂടാതെ BJP ധർമ്മസ്ഥല ചലോ യാത്ര നടത്തിയിരുന്നു. ഇതുകൂടാതെ നിഖിൽ കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ JDSും സത്യയാത്രയും നടത്തിയിരുന്നു.